ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് നേരെ ലണ്ടനിൽ ഖലിസ്ഥാനിവാദികളുടെ ആക്രമണ ശ്രമം. ചതം ഹൌസിൽ നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം കാറിൽ പുറത്തു വരുമ്പോൾ ജയശങ്കറിന്റെ വാഹനം ചിലർ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ജയശങ്കറിന്റെ കാറിന് നേരെ പാഞ്ഞെടുക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. പ്രതിഷേധക്കാർ ജയശങ്കറിന്റെ കാറിലേക്ക് ഓടിയെത്തി മുദ്രാവാക്യം വിളിക്കുന്നതും ഒരാൾ ഇന്ത്യൻ പതാക കീറിയെറിയുന്നതും വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ലണ്ടൻ പോലീസ് അതിനോട് വളരെ വ്യക്തമായ രൂപത്തിൽ പ്രതികരിക്കാതെ നിന്നതിനെക്കുറിച്ച് വലിയ വിമർശനങ്ങളാണ് ദേശീയ തലത്തിൽ ഉയരുന്നത്. സുരക്ഷാ വീഴ്ചയാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ചതം ഹൌസിന് പുറത്തും ചിലർ പ്രതിഷേധം തുടരുകയും ചിലർ ഖലിസ്ഥാൻ പതാക പിടിച്ചുകൊണ്ട് മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തു. ജയശങ്കർ മാർച്ച് 4 മുതൽ 9 വരെ UK ഔദ്യോഗിക സന്ദർശനം നടത്തുകയാണ്. ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനാണ് അദ്ദേഹം എത്തിയത്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം, ആരോഗ്യം, വിദ്യാഭ്യാസം, ജനസമ്പർക്ക ബന്ധങ്ങൾ, പ്രതിരോധ സഹകരണം എന്നിവയെ സംബന്ധിച്ച ചർച്ചകൾ ഈ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. UK സന്ദർശനത്തിന് ശേഷം ജയശങ്കർ അയർലൻഡിലും സന്ദർശനം നടത്തും. അവിടുത്തെ വിദേശകാര്യമന്ത്രി സൈമൺ ഹാരിസുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുകയും ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ വാർത്ത പങ്കുവയ്ക്കുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്ത ആളുകളെയും കൃത്യമായ രൂപത്തിൽ നിരീക്ഷിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. കാറിൽ കയറാൻ വേണ്ടി മുന്നോട്ട് ആഞ്ഞ ജയശങ്കറിന്റെ തൊട്ടടുത്തേക്കാണ് ഖലിസ്ഥാൻ ഭീകരർ പാഞ്ഞെടുത്തത്. അപ്പോഴേക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ട് തടയുകയായിരുന്നു. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം യാത്ര തുടരുകയും ചെയ്തു. ലണ്ടൻ പോലീസ് നിസ്സഹായതയോടുകൂടി നോക്കി നിൽക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് വരാൻ കാരണം. അവർ ഖലിസ്ഥാൻ പതാകയേന്തി മുദ്രാവാക്യം വിളിച്ചപ്പോഴും നിഷ്ക്രിയരായി ഇവർ നോക്കി നിന്നു. ജയശങ്കർ കാറിൽ കയറാൻ എത്തിയപ്പോഴാണ് ഇന്ത്യയുടെ ദേശീയ പതാക കീറി പ്രതിഷേധക്കാരിൽ ഒരാൾ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട ഓടി വന്നത് അടുത്തേക്ക്. ആക്രമിക്കാൻ ഓടിയെത്തിയ ആളെ കീഴ്പ്പെടുത്തുന്നതിന് പകരം ശാന്തനാക്കി പറഞ്ഞയക്കാൻ പോലീസ് ശ്രമിച്ചതും സംശയത്തിന്റെ ചുരുളുകൾ അഴിക്കുകയാണ്. ഏതാനും കേന്ദ്രമന്ത്രിക്ക് നേരെയുണ്ടായ ആക്രമണ ശ്രമത്തിൽ ഇന്ത്യ ആശങ്കയിലാണ്. ഖലിസ്ഥാൻവാദികളുടെ പ്രതിഷേധത്തിന്റെയും ആക്രമണത്തിന്റെയും വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത്രയും ഗുരുതരമായ സാഹചര്യം ഉണ്ടായിട്ടും ലണ്ടൻ പോലീസ് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന വിമർശനമാണ് ഉയരുന്നത്. നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മാർച്ച് 4 മുതൽ 9 വരെ UK ഔദ്യോഗിക പരിപാടികൾക്ക് വേണ്ടി എത്തിയ വ്യക്തിയാണ് ജയശങ്കർ. UK നിന്നും അയർലാൻഡിലേക്ക് പോകും എന്ന വാർത്തയും പുറത്തു വന്നതിന് ശേഷമാണ് ഇന്നലെ വൈകുന്നേരം ഈ നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത്. ബ്രിട്ടീഷ് സർക്കാരിനോട് ഇന്ത്യ അതിന്റെ വിശദാംശം തേടിയിട്ടുമുണ്ട്. ജയശങ്കറിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സമയോചിതമായി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഒരു വലിയ ആക്രമണം തടയാൻ സാധിച്ചത്. ശക്തമായ രൂപത്തിൽ ഇന്ത്യയിൽ നിന്നും വിമർശനം ഉയരുകയാണ് ലണ്ടൻ പോലീസിനെതിരെ. ആക്രമിക്കാൻ ഓടിയെത്തിയ ആ ഒരു സംഘത്തെ ഒരു രൂപത്തിലും പ്രതിരോധിക്കുകയോ തടയുകയോ ചെയ്യാതെ അവരെ ശാന്തനാക്കി പറഞ്ഞയക്കാൻ പോലീസ് ശ്രമിച്ചതിന്റെ ഉദ്ദേശം എന്താണ് എന്നാണ് ഇനിയും അറിയേണ്ടത്. ഖലിസ്ഥാൻവാദികൾക്ക് എന്തുകൊണ്ടാണ് ജയശങ്കറിനോട് ഇങ്ങനെ ഒരു പക തോന്നാനുള്ള കാരണം? അതാണ് ഇന്ന് ഇന്ത്യ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾക്ക് അറിയണം എന്ന് ഇന്ത്യ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ ഖലിസ്ഥാൻവാദികളാണ് ആക്രമിക്കാൻ ശ്രമിച്ചത് എന്ന് ആ വീഡിയോ വിഷ്വലിൽ നിന്നും വ്യക്തമാണ്. കാറിൽ കയറിയ ജയശങ്കറിന്റെ തൊട്ടടുത്തേക്ക് പാഞ്ഞു വന്ന ആ അക്രമികൾ ഒരുപക്ഷെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ, ലണ്ടൻ പോലീസ് ഇടപെടട്ടെ എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് ജയശങ്കർ ഉണ്ടാകുമായിരുന്നില്ല. മറ്റ് പ്രശ്നങ്ങളൊന്നും കൂടുതലായിട്ടില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രൂപത്തിൽ യാത്ര മുന്നോട്ട് കൊണ്ടുപോയി. സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നതോടുകൂടിയാണ് ഇന്ത്യ വിശദീകരണം ലണ്ടനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജയശങ്കറിനെ കാത്ത് ഖലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങളുമായി ഒരു കൂട്ടം ആളുകൾ പുറത്തുമുണ്ടായിരുന്നു, അകത്തുമുണ്ടായിരുന്നു. ഇതിൽ ഒരാളാണ് പതാകയുമായി വാഹന വ്യൂഹത്തിന് നേരെ പാഞ്ഞെടുത്തത്, ഒരു ചാവേറിനെ പോലെ.
വിദേശകാര്യമന്ത്രിയുടെ തൊട്ടടുത്ത് വരെ ഇയാൾ എത്തി എന്നതാണ് വസ്തുത. സുരക്ഷാ ഉദ്യോഗസ്ഥൻ അയാളെ പിടിച്ചു മാറ്റി കൊണ്ടുപോകുകയായിരുന്നു. തീർത്തും നാടകീയമായിട്ടാണ് എല്ലാം സംഭവിച്ചത്. ലണ്ടനിലെ സ്വതന്ത്ര നയവിശദീകരണ സ്ഥാപനമായ ചതം ഹൗസ്, ദി റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ അഫയേഴ്സ്, ഇതിന് പുറത്താണ് പ്രതിഷേധം അരങ്ങേറിയത്. ഖലിസ്ഥാൻ പതാകയുമായി വേദിക്ക് പുറത്ത് സംഘടിച്ച അനുകൂലികൾ ഖലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു. അതേസമയം ചതം ഹൗസിൽ നടത്തിയ സംഭാഷണത്തിൽ ഇന്ത്യ ചൈന ബന്ധത്തിലുണ്ടായ ഉലച്ചിലിനെ കുറിച്ചും ബന്ധം പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകതകളെ കുറിച്ചിട്ടുമാണ് വിദേശകാര്യമന്ത്രി വിശദീകരിച്ചത്. ഇതിനുശേഷം പുറത്തേക്ക് വരുമ്പോഴായിരുന്നു ആക്രമണ ശ്രമം. ഈ മാസം 4-ാം തീയതി തുടങ്ങിയതാണ് ജയശങ്കറിന്റെ ബ്രിട്ടൻ സന്ദർശനം. ബ്രിട്ടനും അയർലാൻഡുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ഊട്ടിയുറപ്പിക്കുകയാണ് ഈ യാത്രയുടെ ലക്ഷ്യം. ഇന്ത്യയുടെ താൽപര്യങ്ങൾ ബഹുമാനിക്കപ്പെടുകയാണെങ്കിൽ ചൈനയുമായി സുസ്ഥിരമായ ബന്ധം ആകാം എന്ന് ജയശങ്കർ വ്യക്തമാക്കി. പുറത്തിറങ്ങുമ്പോഴായിരുന്നു ഖലിസ്ഥാൻവാദിയുടെ ആക്രമണ ശ്രമം. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വളരാൻ അതിർത്തിയിൽ സമാധാനവും ശാന്തിയും അത്യാവശ്യമാണ് എന്ന് ജയശങ്കർ യോഗത്തിൽ വ്യക്തമാക്കി. സുസ്ഥിരമായ സന്തുലിതാവസ്ഥ എങ്ങനെ സൃഷ്ടിക്കാം എന്നതാണ് സുപ്രധാനമായ പ്രശ്നം. രണ്ട് രാജ്യങ്ങൾക്കും പ്രയോജനപ്പെടുന്ന സുസ്ഥിര ബന്ധമുണ്ടാകണം. അതാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിർത്തി അസ്ഥിരമാണെങ്കിൽ സമാധാനവും ശാന്തിയും ഇല്ലെങ്കിൽ ബന്ധത്തിന്റെ പുരോഗതിയെയും ദിശയെയും പ്രതികൂലമായി ബാധിക്കുമെന്നും ജയശങ്കർ ചൂണ്ടിക്കാണിച്ചു. കാശ്മീർ വിഷയം പരിഹരിക്കുന്നതിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ തള്ളുകയും ചെയ്തു. ഇത് ഖലിസ്ഥാൻവാദികളെ ഒരുപക്ഷെ പ്രകോപിതരാക്കിയേക്കാം എന്നാണ് നിഗമനം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സാഹചര്യം സ്വതന്ത്രമായി പരിഹരിക്കുന്നതിന് ഇതിനോടകം തന്നെ നിർണായകമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. പാകിസ്ഥാനുമായിട്ടുള്ള കാശ്മീർ പ്രശ്നം പരിഹരിക്കുന്നതിന് സമാധാനം സ്ഥാപിക്കാനുള്ള US പ്രസിഡന്റിന്റെ മധ്യസ്ഥതാ നിർദ്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിനായിരുന്നു വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം. കാശ്മീർ പ്രശ്നത്തിന്റെ ഭൂരിഭാഗവും പരിഹരിക്കുന്നതിൽ ഇന്ത്യ മികച്ച നേട്ടം കാഴ്ചവെച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 370 നീക്കം ചെയ്തത് അതിന്റെ ആദ്യപടിയായിരുന്നു എന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. കാശ്മീരിൽ വളർച്ച, സാമ്പത്തിക പ്രവർത്തനങ്ങൾ, സാമൂഹിക നീതി എന്നിവ പുനഃസ്ഥാപിക്കുന്നത് രണ്ടാമത്തെ പടിയായിരുന്നു. വളരെ ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് മൂന്നാമത്തെ ഘട്ടമായിരുന്നു എന്നും ജയശങ്കർ വിശദീകരിച്ചു. എന്നാലും പ്രശ്നത്തിന്റെ പരിഹരിക്കപ്പെടാനാകാത്ത വശം ഇന്ത്യയുടെ നിയന്ത്രണത്തിന് പുറത്താണ് എന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ നിയമവിരുദ്ധമായി അധിനിവേശം നടത്തിയ കാശ്മീരിന്റെ ഭാഗം തിരികെ നൽകുകയാണ് ഇനി വേണ്ടത്. അത് പൂർത്തിയാകുമ്പോൾ കാശ്മീർ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും, ജയശങ്കർ പറഞ്ഞു. 2024 മെയ് 9-ാം തീയതി ഡൽഹി സർവകലാശാലയിലെ ഗാർഗി കോളേജിൽ നടന്ന ചടങ്ങിൽ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് വിദേശകാര്യമന്ത്രി ആവർത്തിച്ചിരുന്നു. കൂടാതെ പാക് അധീന കാശ്മീർ ഇന്ത്യയിലേക്ക് തിരികെ വന്നു എന്ന് ഉറപ്പിക്കാൻ എല്ലാ ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികളും പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇത് ഖലിസ്ഥാനികളെ പ്രകോപിപ്പിച്ചു. അങ്ങനെ ജയശങ്കറിനെ തീർക്കാൻ വേണ്ടിയിട്ട് അവർ ഓടിയെടുത്തു. നന്ദി.